ആറാം ദിവസം ദ ഈഗോ ആൻഡ് അവോയ്ഡൻസ്. പൗരസ്ത്യ സുറിയാനി സഭകളിൽ വിശുദ്ധ അപ്രേമിൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന നൊയമ്പ് കാലത്ത് ചൊല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ആയുസ്സിൻ്റെ നാഥനായ കർത്താവെ, അലസതയുടെയും വ്യഗ്രതയുടെയും അധികാരമോഹത്തിൻ്റെയും പാഴ്വാക്കുകളുടെയും ആത്മാവിനെ എനിക്ക് നൽകരുതേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധ അപ്രേം അലസതയെ ഒരു പാപമായിട്ടാണ് കരുതുന്നത്. ഇത് വെറും മടിയല്ല, മറിച്ച് ആത്മീയമായും മാനസികമായും വളരാനുള്ള വിമുഖതയാണ്. അലസത അല്ലെങ്കിൽ അസീതിയെയും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കാനും അവ പ്രയോഗത്തിൽ വരുത്തുവാനുമുള്ള തലച്ചോറിൻ്റെ കഴിവിനെയാണ് ഈ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അലസത ഒരു പ്രതിരോധ തന്ത്രമാണ്. നാം ഒരു കാര്യം ചെയ്യാതെ നീട്ടിവെക്കുന്നത് വെറുതെയല്ല, അത് പരാജയപ്പെടുമോ എന്ന ഭീതിയിൽ നിന്ന് നമ്മുടെ ഈഗോയെ സംരക്ഷിക്കാനുള്ള ഒരു കൗശലമാണ്. ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് പരാജയപ്പെട്ടില്ല എന്ന് ഈ ഈഗോ നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അസീദിയ അല്ലെങ്കിൽ അലസത ഉച്ചസമയത്തെ പിശാച് എന്നും അത് അറിയപ്പെടുന്നു. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഇല്ലായ്മ, ഇതൊക്കെ അലസതയുടെ ലക്ഷണങ്ങളാണ്. ഇത് വളർച്ചയെ തടയുന്ന മനോഭാവമാണ്. ആധുനിക വാർത്താ മാധ്യമങ്ങളിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ഇത് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന കാറ്റലിസ്റ്റായും അതേപോലെ തന്നെ മനുഷ്യൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ നശിപ്പിക്കുന്ന, മടി പിടിപ്പിക്കുന്ന ഒരു ഘടകമായും ഒരേ സമയം മാറ്റപ്പെടുന്നുണ്ട്. സ്വന്തമായി ചിന്തിക്കാനോ അധ്വാനിക്കാനോ മടിച്ച് എല്ലാ കാര്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിക്കുന്ന മനുഷ്യൻ കൂടുതൽ അലസതയിലേക്കും ബുദ്ധിപരമായ മന്ദതയിലേക്കും കടന്നു വരുന്നു. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ ദിവസം അലസതയെ മറികടക്കാനായിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യുക. കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് ഇന്ന് ചെയ്ത് പൂർത്തിയാക്കുക. ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒഴിവ് കഴിവുകളെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക. ആ ഒഴിവു കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആന്തരിക വളർച്ചയ്ക്ക് സഹായിക്കും. അലസതയുടെ ആത്മാവിൽ നിന്ന് മോചനം നേടി കർമ്മനിരതനാകുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പരാജയ ഭീതി കൊണ്ട് ഞാൻ എൻ്റെ കടമകൾ ഒഴിവാക്കില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.